നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വിദേശത്ത് പോയത് മുതൽ കൈരളി വാഴയുമായി ബന്ധപ്പെട്ട വാർത്തകളെ കൊടുക്കുന്നുള്ളൂ. മുഖ്യമന്ത്രിയെ പാർട്ടി ചാനൽ മിസ് ചെയ്യുന്നുവെന്നാണ് ട്രോൾ വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നത് കൈരളിയിൽ വന്ന വാർത്തകളാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വൈറലാക്കുകയാണ് ട്രോളന്മാർ. അതിന്റെ കൂടെ പ്രതിപക്ഷത്തുള്ളവരും ഇതേ പോസ്റ്റ് പ്രചരിപ്പിച്ചു. വാർത്തയില്ലാതെ ഈച്ചയടിച്ചിരിക്കുമ്പോൾ വല്യേട്ടൻ സിനിമയിട്ട് കോളം തികച്ചിരുന്ന പാർട്ടി ചാനൽ അതും വിട്ട് വാഴകൃഷി പ്രൊമോട്ട് ചെയ്യുന്നു. കൂടെ ഉള്ളതെല്ലാം തൊട്ടികളും തോൽവികളുമാണല്ലോ മുഖ്യ എന്ന് പരിഹാസം. ഇതാണ് ട്രോളിന് കാരണമായ രണ്ട് ചിത്രങ്ങൾ. ഇതിലൊരു ചിത്രം ഇപ്പോഴത്തേതും ഒരെണ്ണം ട്രോളന്മാർ കുത്തിപ്പൊക്കിയതുമാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ട്രോളുകളും അരങ്ങ് തകർക്കുമ്പോഴാണ് ഇതുപോലെ ചില ചിത്രങ്ങളും ചിരി പടർത്തുന്നത്. കൈരളിയെയും പിണറായി വിജയനെയും എയറിൽ കയറ്റിയിരിക്കുകയാണ്. ത്രിതല വാഴ സംരക്ഷണം എങ്ങനെയെന്ന പോസ്റ്റിൽ പിണറായി വീണ റിയാസ് ഇപ്പോൾ കറക്റ്റായി എന്നാണ് പരിഹാസം. അതിൻ്റെ കൂടെ ഇതേ പോസ്റ്റുകൾ VT ബൽറാമും പങ്കുവച്ചിട്ടുണ്ട്. ഇലക്ഷൻ തീരുന്നതുവരെ ചിഹ്നം സംരക്ഷിക്കാൻ നടന്നവരാ ഇപ്പോഴിതാ വാഴ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു. തമ്മിൽ ഭേദം അതാണെന്ന് തോന്നിയിട്ടുണ്ടാകും. ഏതായാലും അമ്മായിയപ്പൻ, പുന്നാരമോൾ, മരുമകൻ എന്നിങ്ങനെ 3 തലങ്ങളിലെ സംരക്ഷണത്തെക്കുറിച്ചാണ് കൈരളി ആധികാരികമായി പറയുന്നത്. വീണ്ടും വീണ്ടും ടൂറിനെ ചർച്ചയാക്കുന്ന കൈരളിക്ക് നന്ദി. ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും ഈ ഉപ്പേരി കിട്ടുന്ന സ്ഥലങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തേക്കണേ. UAE-യിലാണെങ്കിൽ ലുലുവിൽ കിട്ടും. റെസിപ്പി നോക്കി ഉണ്ടാക്കാനൊന്നും ടൂറിനിടയിൽ സമയം കിട്ടില്ല. ഇതായിരുന്നു VT ബൽറാമു പങ്കുവച്ച 2 പോസ്റ്റ്. ഇത് രണ്ടും വൈറലായി. ഇടയ്ക്ക് ബൽറാമിനും CPM സൈബർ കൂട്ടം കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിന്റെ പേരിൽ. തൃത്താല വാഴയെന്നല്ല, ത്രിതല വാഴയെന്നാണ് ബൽറാമയെന്നും തിരിച്ചടി കിട്ടി. അങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും ഇടതും വലതും കൂടി കളനിറയുന്നുണ്ട്. കൈരളിയുടെ ത്രിതല വാഴ കൃഷിയിൽ CPM പണി മേടിച്ചു നിൽക്കുകയാണ്. ന്യായീകരണ ക്യാപ്സൂളുകാർ ട്രോളന്മാരോട് പൊരുതി സോഷ്യൽ മീഡിയയിൽ വീരചരമം പ്രാപിച്ചിട്ടുണ്ട്. ഈ ത്രിതല വാഴ വളരാൻ പാർട്ടി സെക്രട്ടറി അനുവദിക്കില്ല. അല്ലെങ്കിൽ തന്നെ പിണറായി, റിയാസ്, വീണ ഇവർ കാരണം പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും എയറിലാണ്. എങ്ങനെയെങ്കിലും ഈ ബാധകളെ ഒഴിപ്പിക്കാനുള്ള വഴി നോക്കുകയാണ് ഗോവിന്ദൻ സഖാവ്. ഈ ത്രിതല വാഴയുടെ ചുവട്ടിൽ താമസിയാതെ ഗോവിന്ദൻ സഖാവ് ചൂടുവെള്ളം ഒഴിക്കും. ഇനിയും വളർത്തിയാൽ പാർട്ടിയുടെ കഴുക്കോലൂരും. പിണറായിക്ക് ശേഷവും പാർട്ടി വേണം. മുൻകരുതലെടുത്തു തുടങ്ങിയിട്ടുണ്ട് ഗോവിന്ദൻ സഖാവ്. ത്രിതല വാഴ കടയ്ക്കൽ വെട്ടണമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ത്രിതല വാഴ കയറിയങ്ങു കൊളുത്തി. ത്രിതല വാഴ വിദേശത്താണെന്ന് കൈരളിക്ക് മറുപടി. മുഖ്യമന്ത്രി വിദേശത്ത് പോയതിൽ വൻ ട്രോളുകളും വരുന്നു, വിവാദം മുറുകുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂടൻ ചർച്ചകൾ. ഒരു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോകുന്നത് അത്ര വലിയ തെറ്റാണോ? ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാർ വിദേശത്ത് പോയിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയും ചരിത്രത്തിൽ ഇന്നേ വരെ രഹസ്യമായി വിദേശയാത്ര നടത്തിയിട്ടില്ല. ജനങ്ങളെ അറിയിക്കാതെ എല്ലാം രഹസ്യമാക്കി വെച്ച് മുങ്ങാനാണ് പ്ലാനിട്ടത്. എന്നാൽ അവസാന നിമിഷം മാധ്യമങ്ങൾ പൊക്കി. കുറിപ്പ് പോലും പങ്കുവയ്ക്കാതെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. ജനങ്ങളുമായി സംവദിക്കാമല്ലോ, മാധ്യമങ്ങളെ ഒഴിവാക്കൂ. മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാമായിരുന്നു, ഞാൻ ഇന്നതുപോലെ വിദേശയാത്ര പോകുന്നുവെന്ന്. അത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. ആ മര്യാദ പോലും കാണിക്കാത്തത് കൊണ്ടാണ് മുഖ്യൻ ഇപ്പോൾ എയറിലായിരിക്കുന്നത്. മാത്രമല്ല, ഒരു സംസ്ഥാനം ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി മുങ്ങിയത്. സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുകയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ കരയുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സർക്കാർ ജോലിക്കാർക്ക് എങ്ങനെ പൈസ കൊടുക്കുമെന്ന് തലപുകഞ്ഞു നിൽക്കുകയാണ് KN ബാലഗോപാൽ. ഇതൊന്നും അറിയാതെയാണ് മുഖ്യമന്ത്രി നൈസ മുങ്ങിയത്. ഇത് മാത്രമല്ല, സർക്കാരിനിട്ട് ഒരു മുട്ടൻ പണി വന്നിട്ടുണ്ട്. ഇത് CPM-നും വലിയ അടിയാകുന്നതാണ്. ഇടത് സർക്കാർ ജനവിരുദ്ധ കാര്യങ്ങൾ കൈക്കൊള്ളുമ്പോൾ തന്നെ ആളെ കയ്യിലെടുക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം വഴിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ച് പണം വിതരണം ചെയ്ത സർക്കാരിന് മുമ്പിൽ ഇതുവരെയുള്ള കുടിശ്ശികകൾ വെല്ലുവിളിയായി തുടരുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പണക്കുറവ് മൂലം കൂടുതൽ ഗുരുതരമാകുകയാണ്. ഈ മാസം കൂടിയാകുമ്പോൾ 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയാകും. ഇത് കൊടുത്ത് തീർക്കാൻ 4800 കോടി രൂപ വേണം. എന്നാൽ സർക്കാരിന്റെ പക്കൽ ഈ തുക ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ.
സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് പ്രശ്നം. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിലിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡുവായ 1600 രൂപ നൽകി. എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ കുടിശ്ശികയായിരുന്നു. ഈ മാസം അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട്. അത് ഡിസംബറിൽ നൽകേണ്ടതായിരുന്നു.